നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുറുകി. വിവിധയിടങ്ങളിൽ റാലികളും പൊതുസമ്മേളനങ്ങളും നടന്നു. വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിൽ വെച്ച് നവചണ്ഡിക ഹോമം നടത്തി. വാർത്തകൾ വിശദമായി. LDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും തൃപ്പയാറിൽ നടന്നു. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2020 13 ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷത്തിനോടൊപ്പമായി. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 29-ൽ 25-ഉം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയാണ് ഉണ്ടായത്. 7 നഗരസഭകളിൽ 5-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഇരിഞ്ഞാലക്കുട നഗരസഭ LDF നഷ്ടപ്പെട്ടത്. ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. തൃശൂർ ജില്ലയിലെ തിളക്കമാർന്ന വിജയമാണ്. അതിനുശേഷം 2021 നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ CS മണി അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, CPI മണ്ഡലം സെക്രട്ടറി കിഷോർ, NCP ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, M സ്വർണലത ടീച്ചർ, MR ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി അമൽ T പ്രേമൻ എന്നിവരും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷാഹിർ പഴൂപ്പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് വിത്ത് ഷാഹിർ എന്ന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. AICC സെക്രട്ടറി TN പ്രതാപൻ ജാഥ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ, വാർഡ് സ്ഥാനാർത്ഥികളായ മണി ഉല്ലാസ്, KK സക്കരിയ എന്നിവർക്ക് വേണ്ടിയും TN പ്രതാപൻ വോട്ടുകൾ അഭ്യർത്ഥിച്ചു. KB അനിൽകുമാർ, PA നജുമുദ്ദീൻ, PK റാസിക് എന്നിവർ സംസാരിച്ചു. പ്രചാരണ ജാഥയ്ക്ക് ദാസൻ പനക്കൽ, PM മജീദ്, KD രാജു, EA ഷെഫീഖ്, അനിൽ കോഴിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. വാർഡിലും ബ്ലോക്കിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക്, ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വാക്ക് വിത്ത് ഷാഹിർ എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ടുമാണ് ഈ കോരുകുഴി ജുമാ മസ്ജിദിന്റെ പരിസരത്തു നിന്നും നമ്മൾ ഇപ്പോൾ എല്ലാവരും കൂടി ഒരു കാൽനട പ്രചരണം ആരംഭിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ UDF-ന്റെ എല്ലാ നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാരെയും സ്ഥാനാർത്ഥികളെയും വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്.
പെരിഞ്ഞനം പൊന്മാനിക്കുടം മുമ്പുവീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ കാഴ്ച ശീവേലി, ആനപ്പറ, ഉച്ചയ്ക്ക് വിത്തളവ്, ഉച്ചതിരിഞ്ഞ് വിവിധ താളമേള വാദ്യങ്ങളോടെ കൊച്ചംകുളം സെന്ററിൽ നിന്ന് കാവടിയാട്ടം എന്നിവ നടന്നു. തുടർന്ന് നടന്ന കാഴ്ച ശീവേലിയിൽ 5 ആനകൾ അണിനിരന്നു. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം കൂട്ട എഴുന്നള്ളിപ്പിന് കൊഴുപ്പേകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷൻ നടത്തി. AKTA ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KS സതീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ലീന ബാബു വാർഷിക റിപ്പോർട്ടും ട്രഷറർ മേരി സജിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ്, KS സുമ, രമ്യ ദിവാകരൻ, ER ധർമ്മപാലൻ, അനു അലക്സ്, അജിത സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഒരുപാട് ആളുകൾ ഇപ്പൊ താൽക്കാലിക സമയം നമ്മൾ വേണ്ടത്തിൽ ഇറങ്ങിയില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ താൽക്കാലിക മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അടുത്ത വർഷത്തേക്കെങ്കിലും നമ്മുടെ മെമ്പർഷിപ്പിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് മെമ്പർഷിപ്പുകൾക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇപ്പോ ഒരു SST ഒരു 3 അംഗം എന്ന നിലയിലേക്ക് കണ്ടുവച്ചാൽ അടുത്ത തവണ നമ്മുടെ പെരിഞ്ഞനം യൂണിറ്റ് വലിയൊരു മെമ്പർഷിപ്പ് എന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ പെരിഞ്ഞനം ബ്ലോക്ക് ഡിവിഷനിൽ പര്യടനം നടത്തി. മതിലകം പള്ളിവളവിൽ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളായ KK ശോഭൻ, CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, ഷിബു വർഗീസ്, TS ശശി, OA ജനറൻ, EM വിൻസെന്റ്, സുധാകരൻ മണപ്പാട്ട്, PR രാജേഷ്, അബ്ദു എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീല വിശ്വംഭരൻ, ലിസി വിൻസെന്റ് എന്നിവർ പര്യടനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പൊതുസമ്പത്ത് മുഴുവൻ ഒരു വീട്ടിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും മരുമകനും ചേരുന്ന ഒരു ഉപചാപക സംഘം കേരളത്തിന്റെ പൊതുമുതൽ കവർന്നെടുക്കാൻ തീരുമാനിക്കുമ്പോ പരിപാവനമായ ശബരിമല ക്ഷേത്ര സന്നിധി പോലും വിൽപ്പന ചരക്കാക്കി മാറ്റുമ്പോ ശബരിമലയിലെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവൻ കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോ കോടാനുകോടി രൂപയുടെ വിലമതിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളും ക്ഷേത്ര സന്നിധിയുമായി ബന്ധപ്പെട്ട വാതിൽപ്പണികളും കട്ടിടപ്പണിയും എന്ന് വേണ്ട കോടാനുകോടി രൂപയുടെ അമൂല്യ വസ്തുക്കൾ മുഴുവൻ തട്ടിച്ചു കൊണ്ടുപോകാൻ കവർന്നെടുക്കാൻ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറുന്ന ഒരു കാഴ്ച. K ഫൗണ്ടേഷൻ ചിറ്റിലപ്പള്ളിയും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി മണലൂർ സേവാഭാരതി പറഞ്ഞാട്ടിൽ സുധാ രാജീവിന് മണലൂർ വിളക്കങ്കാൽ BSNL ഓഫീസ് പരിസരത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന കർമ്മം ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. മണലൂർ സേവാഭാരതി പ്രസിഡന്റ് രഞ്ജിത്ത് മടുവങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തരകേരള പ്രാന്ത കാര്യവാഹ് ഈശ്വർ മംഗളപത്രം കൈമാറി. സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മാണ തൊഴിലാളികളെയും വിവിധ സഹായ സഹകരണം നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു. മണലൂർ സേവാഭാരതി സെക്രട്ടറി സൂര്യനാരായണൻ K, ജോയിന്റ് സെക്രട്ടറി KK ശാന്തകുമാർ, സേവാഭാരതി ജില്ലാ സെക്രട്ടറി പ്രദീപ്, സാമാജികം കൺവീനർ വാസുദേവൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃപ്പയാർ ഖണ്ഡ് സംഘചാലക് ദിവാകരൻ പഴങ്ങാപ്പറമ്പിൽ, ഡോക്ടർ ML സജീവ്, അഡ്വക്കേറ്റ് സോമകുമാർ, മണികണ്ഠൻ ആചാരി, സേവാഭാരതി മണലൂർ വിദ്യാഭ്യാസ കൺവീനർ ബിന്ദു സുരേഷ്, ആരോഗ്യ കൺവീനർ PV വേണു എന്നിവർ സംസാരിച്ചു. എല്ലാവരുടെയും സഹകരണം കൂടിയിട്ട് ഇവിടെ നമ്മുടെ ദേശീയ സേവാഭാരതി കേരളത്തിൻ്റെ ശാഖയായിട്ടുള്ള മണലൂരിലെ വളരെ മഹനീയമായിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്തതിൽ ഞാൻ ആദ്യമായിട്ട് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും ഹൃദയംഗമായിട്ടുള്ള നന്ദിയും ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികളെ, നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന വ്യക്തികളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചുറ്റും മതിൽക്കെട്ട് കെട്ടി അതിനകത്ത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ പുറത്തേക്കോ വിടാതെ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾ
അതിഥിയായിട്ട് വന്നെത്തി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു കുടുംബമാണെങ്കിൽ പോലും അടുത്ത കുടുംബത്തിന് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് ചോദിച്ച് പിൻവാതിലൂടെ എന്താണ്, ആരാണ് വന്നിട്ടില്ല, എന്താണ് പ്രശ്നം, അവിടെ എന്താണ് കാര്യം, എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് കുടിക്കാൻ ചായ ഇല്ലെങ്കിൽ പോലും അവരുടെ വീട്ടിൽ നിന്ന് പുറം വാതിലൂടെ കഴിക്കേണ്ട സാധനങ്ങൾ കൊണ്ടുകൊടുക്കുന്നൊരു സൗഹൃദം നമ്മുടെ ഈ നാട്ടിലും നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമുക്ക് വിഭിന്നമായിട്ട് ഇപ്പോൾ ഈ വലിയ വലിയ മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ വളരെ ശുഷ്കിച്ച ചിന്താഗതിയുമായിട്ട് നമ്മളൊക്കെ ജീവിക്കുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സ്ഥാനാർത്ഥി PS ഷജിത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് പ്രിയനന്ദൻ, കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകരുമായ ബിജു പുളിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വോട്ട് അഭ്യർത്ഥനയുമായി ഗൃഹസന്ദർശനം നടത്തി. സ്ഥാനാർത്ഥി PS ഷജിത്തും LDF പ്രവർത്തകരും യാത്രയെ അനുഗമിച്ചു. അല്ലെങ്കിൽ മനുഷ്യരായിട്ട് നമുക്ക് നേരിട്ട് അവർക്ക് പരാതി പറയാൻ പറ്റാവുന്ന ഒരിടെങ്കിലും കേരളത്തിൽ സംഭവിച്ചത് ചെറിയ കാര്യമില്ല. അത് വിട്ടുപോരാ. അത് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായ ഒരു മൂല്യബോധത്തിൻ്റെ നിലകളുടെ മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ടാണ്. അതിനെ മറച്ചു വയ്ക്കപ്പെടുകയാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഒന്നിച്ചു നിൽക്കുന്ന ആളുകളെ ഭിന്നിപ്പിക്കുകയും കിടന്നൊരു കെട്ട കാലത്ത് പ്രതിരോധത്തിൻ്റെ ശബ്ദമാവുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ പറയുകയാണെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ പോലും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോഗ്യ മേഖലയിലെ കാര്യത്തിലായാലോ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിലായാലോ ഏതൊരു തരത്തിൽ നമ്മൾ മുന്നോട്ട് തന്നെയാണ്. മറ്റൊരു തരത്തിൽ പോലെയല്ല. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വഹിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾക്ക് ചിലപ്പം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രികളോ കുറച്ച് ക്യൂ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും. പക്ഷേ ആ സൗകര്യങ്ങൾ നിലനിൽക്കുന്ന വേറെ ഏത് സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇതിനൊരു വലിയ ദിശാബോധം കൊടുക്കുന്നതിന് വേണ്ടി ഷജിത്ത് നേരത്തെ പറയുണ്ടായി. കഴിമ്പ്രം ബീച്ചിൻ്റെ വികസന സ്വപ്നങ്ങൾ ഏത് രീതിയിൽ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോയോ അതുപോലെ തന്നെ പാലപ്പെട്ടി ബീച്ചിൻ്റെ ഒരു ടൂറിസം ഹബ്ബാക്കി, പാലപ്പെട്ടി ബീച്ചിനെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഷജിത്ത് അതുപോലെ വരുന്ന പഞ്ചായത്ത് ഭരണസമിതി എല്ലാം മുന്നിട്ടിറങ്ങും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഷജിത്തിനെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടും നിരവധി പ്രവർത്തനങ്ങൾ ഷജിത്ത് നമുക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും
ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വാർത്തകൾ തുടരുന്നു. നവദുർഗാ ദേവിമാരുടെയും സപ്തമാതൃക്കളുടെയും പ്രീതിക്ക് വേണ്ടി വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിൽ വെച്ച് നവചണ്ഡികാ ഹോമം നടത്തി. ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതൻ ശ്രീധര അടികയുടെയും വരാഹി ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പുമന ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. खेटकं त्वमरञ्चैव पुरुषं पाशमेव च कुन्तायुधं त्रिशूलं च शाङ्गमायुधमुतुलं वैद्यानान्देहनाशाय विक्राणाभयाय च दारिद्र्यायुधानित्थं देवानां चैतायुधे महाबले महोत्सवे महाभयविनाशिने त्राहि मां देवी यतः पञ्चाशल्लोचने स्फरद्वरनंश्रे भीमरूपे स्वरूपे महाराजसे महालक्ष्मी महासेना महिषासुरनाशिनी देवी समस्तजराचरवशीकरणी महामोहपटलविध्वंसिनी सर्वसौख्यप्रदे भगवते नमः स्वाहा महालक्ष्म्या इदं नमः प्रजापतिं पुरस्कृत्यगतात्रे जगडध्वजौ स्वाहा शाकथयामासुर्देवाभिभवस्करं स्वाहा ॐ सूर्येन्द्राग्निरेन्दूराय सर्वस्य च अन्येषाचारिकारात्रयमेवादृश्यस्वाहा नमः सर्वत्यै भद्रायै नियता सदा स्मरा ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും അന്തിക്കാട് സെന്ററിൽ സംഘടിപ്പിച്ചു. അന്തിക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം അപസർപ്പക കഥകൾ, എന്തെല്ലാം വിധത്തിൽ തുറങ്കിലടയ്ക്കുമെന്ന ഭീഷണികൾ. എന്റെ 9.5 വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിലെ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ആരോപണം ഉന്നയിക്കാനല്ലാതെ തൊടാൻ നിങ്ങൾക്കായോ? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ പറയുകയാണ് കിഫ്ബി നടപ്പിലാക്കിയത് കൊണ്ട് കേരളത്തിലെ മന്ത്രിമാരെ കിഫ്ബിയെ ഞങ്ങൾ തുറങ്കിലടയ്ക്കും. ഞങ്ങൾ അർഹമായ അവജ്ഞയോടെ ഇഡിയുടെ നോട്ടീസിനെ തള്ളിക്കളയുന്നു. ഈ കേരളത്തിൽ 92,000 കോടി രൂപയുടെ വികസനം, ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാൻ 6,218 കോടി രൂപ മുടക്കിയതടക്കം ഈ കേരളത്തിന്റെ വിവിധങ്ങളായ മേഖലകളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി 92,000 കോടി രൂപയുടെ പദ്ധതികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചതൊരു കുറ്റമാണെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി പറഞ്ഞാൽ കേരളത്തെ വികസിപ്പിച്ച ആ കുറ്റം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, ആ കുറ്റം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഒരു സംശയവും വിചാരിക്കേണ്ട ഇഡിയും കേന്ദ്ര ഗവൺമെന്റും. വൈശാഖ് അന്തിക്കാട് അധ്യക്ഷനായി. RJD ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനൻ അന്തിക്കാട്, കോൺഗ്രസ് എസ് സംസ്ഥാന സമിതി അംഗം അബ്ദുൾ മുഹസീൻ, CPM നേതാവ് AV ശ്രീവത്സൻ, VD രത്നാകരൻ, KV രാജേഷ്, ട്രഷറർ ഷിബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലകളുടെ പോരാട്ട ഭൂമിയിൽ
സമര പോരാട്ടങ്ങൾക്ക് ആവേശോജ്വലമായ നേതൃത്വം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സാരഥികൾ നയിക്കുന്ന അത്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരുന്നത്. വടനപ്പള്ളി കടവത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളം നടത്തി. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ എന്നിവ ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പ്രജീഷ് ശാന്തി വലപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുധൻ വടനപ്പള്ളി, സെക്രട്ടറി രവി പാടൂർ, ട്രഷറർ സുനിൽ ഗണേശമംഗലം, വൈസ് പ്രസിഡന്റ് ഗോപാലൻ നടുവിൽക്കര, ജോയിന്റ് സെക്രട്ടറി ഉദയകുമാർ തളിക്കുളം, രക്ഷാധികാരി കൃഷ്ണദാസ് നാട്ടിക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980 ബാച്ച് നിറക്കൂട്ട് കൂട്ടായ്മയുടെ 5ാമത് സംഗമം എടമുട്ടം ദർശ ഹാളിൽ നടത്തി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. LDF വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും നടത്തി. കോതകുളത്ത് നിന്നും ആരംഭിച്ച റാലി വലപ്പാട് ചന്തപ്പടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന് നൽകിയ സംഭാവന നിങ്ങൾ അതിനു മുമ്പുള്ള 5 വർഷക്കാലത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ കേരള ഭരണം 2016 വരെ യാത്രായോഗ്യമായ ഏതെങ്കിലും ഒരു റോഡ് അവശേഷിച്ചിരുന്നോ? തകർന്ന് തരിപ്പണമായില്ലേ? അന്ന് ആ ഗവൺമെന്റിലുണ്ടായ എത്ര മന്ത്രിമാരാണ് അഴിമതി കേസിൽ ജയിലായി? എറണാകുളത്തിന് പാലം, പച്ചവടി പാലം മറന്നുപോയോ? കമ്പിയും സിമന്റും ഇല്ലാതെ പാലമുണ്ടാക്കിയ ചരിത്രമല്ലേ ഉമ്മൻചാണ്ടിക്കും അന്നത്തെ UDF ഗവൺമെന്റും ഉള്ളത്? നെയ്യില്ലാതെ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് കമ്പിയും സിമന്റും ഇല്ലാതെ പാലമുണ്ടാക്കിയ. ജയിലിൽ പോയില്ലേ അന്നത്തെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്?
എത്രയോ മന്ത്രിമാർ ആ ഗവൺമെന്റിൽ ജയിലിൽ പോയി. കഴിഞ്ഞ 10 വർഷം ഭരണതലത്തിൽ അഴിമതിയെ കുറിച്ച് എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ? നിങ്ങൾ ഉപേക്ഷിച്ച പല പദ്ധതികളും ഈ കേരളത്തിൽ അതിനുശേഷം 10 വർഷം കൊണ്ട് യാഥാർത്ഥ്യമായില്ല. 2016 മുമ്പുള്ള കാലം കറണ്ട് കട്ടും ലോഡ് ഷെഡിങ്ങും സർവ്വസാധാരണമായ കാലമായി. പവർ കട്ട്, ലോഡ് ഷെഡിങ് ഈ 10 വർഷം ജനിച്ച ഏതെങ്കിലും ഒരു കുട്ടിക്ക് അനുഭവവേദ്യമായിട്ടുണ്ടോ? നമ്മളൊക്കെ മറന്നുപോയി. ആ UDFന്റെ കാലത്താണ് ആ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കൂടുതലായി വാങ്ങിയത്, അതിനെ ആശ്രയിച്ചത്. LDF വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കിഷോർ വാഴപ്പള്ളി അധ്യക്ഷനായി. CC മുകുന്ദൻ MLA, TS മധുസൂദനൻ, EK തോമസ് മാസ്റ്റർ, VR ബാബു, PA രാമദാസ്, ഷിനിത ആഷിഖ്, KK ജിനേന്ദ്ര ബാബു, KK കിഷോർ എന്നിവർ സംസാരിച്ചു. ത്രിപുര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളുടെ ഭാഗമായി നൃത്തോത്സവം നടന്നു. കലാപരിപാടികളുടെ 7ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ മുതൽ നൃത്തോത്സവം, തിരുവാതിരക്കളി, വൈകിട്ട് രാമ അഷ്ടപതി, നൃത്തസന്ധ്യ, ഭക്തി ഗാനസുധ എന്നിവ നടന്നു. വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ കീഴിൽ നിന്നും 8ാമത്തെ ഡാൻ കരസ്ഥമാക്കിയ മധു വിശ്വനാഥിനെ ആദരിച്ചു. തൃപ്യാർ ഹോംബു ഡോജോയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗൊജൂക്കാൻ കേരള പ്രസിഡന്റ് ടോംസ് വട്ടോളി പൊന്നാട അണിയിച്ച് ആദരവ് നൽകി. കരാത്തെ ദോ ഗൊജൂക്കാൻ കസോക്കുകായ് ഇന്ത്യ നാഷണൽ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മധു വിശ്വനാഥ് 45-ൽ പരം വർഷമായി ഈ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. നിലവിൽ കേരളത്തിൽ നിന്നും ചുരുക്കം ചിലർക്ക് മാത്രം സ്വന്തമായി ക്യോഷി പദവി അദ്ദേഹം ഇതിനോടകം കരസ്ഥമാക്കിയിരുന്നു. നവംബറിൽ എറണാകുളത്ത് വെച്ച് നടന്ന കരാത്തെ കേരള അസോസിയേഷൻ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ശബരിനാഥ് EB, തേജസ് കൃഷ്ണ എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മുതിർന്ന പരിശീലകരായ മൃദുല മധു, വിഷ്ണുദാസ്, സുധീഷ്, കിരൺ, കാർത്തിക എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള കുട്ടികളുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗും ഇതോടൊപ്പം നടത്തി. കരാത്തയിൽ എങ്ങനെയാണ് ഇന്ന് കുട്ടികൾ വൈറ്റിൽ നിന്ന് യെല്ലോ ബെൽറ്റ് എടുത്ത്, യെല്ലോയിൽ നിന്ന് ഓറഞ്ച്, ഓറഞ്ചിൽ നിന്ന് ഗ്രീൻ, അങ്ങനെ പർപ്പിളിൽ നിന്ന് ബ്രൗണിൽ നിന്ന് ബ്ലാക്ക് എടുക്കുന്നുവോ? നമ്മുടെ എല്ലാ ധാരണയാണ് ബ്ലാക്ക് ബെൽറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഇൻ കരാത്തെ. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കിട്ടുന്ന ഒരു സ്ഥാനമേ ബ്ലാക്ക് ബെൽറ്റിന് കരാത്തയുടെ വേൾഡിലുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ശേഷമാണ് ശരിക്കും കരാത്തയുടെ പഠനം തുടങ്ങാൻ പോവുകയുള്ളൂ. സോ അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി പിന്നെ വരുന്ന ജേർണിയാണ് ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഡാൻ, തേർഡ് ഡാൻ, ഫോർത്ത് ഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോൾ വളരെ സീനിയറായ ഒരു പട്ടം 8th ഡാൻ എന്ന് പറയുന്നു. ആ 8th ഡാനിൻ്റെ ഒരു ഓണർ നമ്മുടെ ക്യോഷിക്ക് കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് ഓൾസോ ഫ്രം
ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് ജനജീവിതം ദുസ്സഹമാക്കിയവരെ ജനങ്ങൾ വെറുതെ വിടുകയില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുമെന്നും UDFന് ഉജ്ജ്വല വിജയം സമ്മാനിക്കുമെന്നും CA മുഹമ്മദ് റഷീദ് കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AT നേനയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CA മുഹമ്മദ് റഷീദ്. പ്രിയപ്പെട്ട അനിലും വിജയേട്ടമൊക്കെ നാട്ടിക ഭരിക്കുന്ന കാലത്ത് അനാവശ്യമായ സമരങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയ BJP 5 വർഷക്കാലമായി ജനങ്ങളുടെ ന്യായമായ ആവശ്യമുന്നയിച്ച് സമരരംഗത്തുണ്ടാകാതെ പോയത് BJPയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും നാട്ടികയിൽ തുടരുന്ന അന്തർധാരയുടെ ഭാഗമാണ് എന്ന് ഈ സദസ്സിനെ സാക്ഷിയാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിലിരിക്കുമ്പോൾ ഫ്രണ്ട് ഓഫീസിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് പോയിരുന്നത് BJPയുടെ മെമ്പറായിരുന്നു എന്നത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ VR വിജയൻ, അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, PM സിദ്ദീഖ്, KA കബീർ, AN സിദ്ധപ്രസാദ്, KA ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. എവിടെയാണ് ഒരു കുതന്ത്രത്തിന് സാധ്യത, ഒരു കുത്തിത്തിരിപ്പിന് സാധ്യത എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഈ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ടപ്പുറം 3-ാം വാർഡ് കൂടിയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ചില ആളുകളെ വേഷം കെട്ടി ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അന്തിക്കാട് പഞ്ചായത്തിലെ 12-ാം വാർഡ് കുറ്റിമാവ് ജംഗ്ഷനിൽ ഒരു കൊച്ചു ചായക്കടയുണ്ട്. കാരണത്ത് കുമാരേട്ടൻ്റെതാണ് ഈ ചായക്കട. കുന്നുമൽ എന്ന പേരുള്ള ഈ ചായക്കട പുലർച്ചെ 5 മുതൽ പ്രവർത്തനം തുടങ്ങും. നാടൻ പാലിൽ തയ്യാറാക്കുന്ന ചൂട് ചായയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. 23 വർഷമായി അദ്ദേഹം ചായക്കട നടത്തുന്നു. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 10 മണിയോളം ഈ ചായക്കട രാഷ്ട്രീയ ചർച്ചയുടെ വേദിയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ വലിയ വലിയ വർത്തമാനങ്ങളും ഗഹനമായ ചർച്ചകളും ഈ ചായക്കടയിലെ പ്രത്യേകതയാണ്. നാടൻ പാലിലുള്ള ചായയും മോന്തി ഇവിടെ ചെറുകടിയായി അടക്കി വെച്ചിട്ടുള്ള ബണ്ണ് ചായയിൽ മുക്കി രുചിയോടെ കഴിച്ച് രാഷ്ട്രീയം പറഞ്ഞാണ് ഇവിടെ വരുന്നവർ മടങ്ങുന്നത്. CPIM-കാരും CPI-കാരും കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാവരും ഇവിടെ ചായ കുടിക്കാനെത്തി പത്രം വായിച്ച് രാഷ്ട്രീയം പറഞ്ഞാണ് പിരിയുക. ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഇലഞ്ഞിത്തറ മേളം പോലെയാണ്. പതിയെ പതിയെ കൊട്ടിക്കയറി പിന്നീട് കലാശക്കൊട്ടായി മാറുന്ന കാഴ്ചയാണ് ഈ ചായക്കടയിൽ നമുക്ക് കാണാനാവുക. ഞാൻ ഈ കട തുടങ്ങിയിട്ട് 68-ൽ തുടങ്ങിയതാ ചായക്കട. പലചരക്ക്, തള്ളുവണ്ടി, സൈക്കിൾ ഷോപ്പ്, മേശകസേര ഒഴികെ ബാക്കി എല്ലാം വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ എല്ലാവരും കുന്നമ്മേര കടയിലേക്ക് പോകും. കുന്നമ്മേര കടയിൽ പോയി എല്ലാം കിട്ടുമെന്ന് പറയാം. കുപ്പിച്ചില് തൊട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെയാണ് അന്നത്തെ ഞങ്ങൾ കച്ചവടം. ചായക്കട തുടങ്ങിയതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും. അവർക്ക് വ്യത്യസ്തമായ ഭാഷയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വിഷയമൊക്കെ ഉണ്ടാവും. കുറേ ഇതൊക്കെ വിട്ട് പിരിയും. വളരെ സ്നേഹിതന്മാരായിട്ട്. അല്ലാതെ മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളോ കുഴപ്പമൊന്നുമില്ല അവിടെ. ഇതിനു പുറമെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാട്ടിൽ മരണപ്പെടുന്നവരിൽ ഭൂരിഭാഗത്തിൻ്റെയും ഫോട്ടോയും മരണവിവരങ്ങളും 2 വലിയ ബോർഡുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മരണപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോകൾ പത്രത്തിൽ നിന്നോ മറ്റോ ഏതെങ്കിലും രീതിയിൽ ശേഖരിച്ച് ചായക്കടയുടെ ഒരു വശത്തായി കുമാരേട്ടൻ ഒട്ടിച്ചു വെച്ചത് ഒരു പൊതു പ്രവർത്തനമായാണ് ഇദ്ദേഹം കരുതുന്നത്. ഒരു 20 വർഷമായിട്ട് ഈ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് ഈ പടം ഒട്ടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കൽ തുടങ്ങിയിട്ട്. അതിപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ വീടുകളിൽ പോലും ഈ പടം കിട്ടില്ല. ഇവിടെ വന്ന് നോക്കിയിട്ടാണ് അവർ ഡേറ്റൊക്കെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ ഇന്ന അവസരത്തിൽ മരിച്ചു എന്നൊക്കെ തീരുമാനിക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പോക്ക്. പലപ്പോഴും മരണപ്പെട്ടുപോയവരുടെ ബന്ധുക്കൾ മറന്നുപോയ തീയതികൾ ഓർത്തുവയ്ക്കാനും മറ്റും കുമാരേട്ടൻ്റെ സഹായം തേടി ചായക്കടയിൽ വരുന്നതും പതിവാണ്. തൃത്തല്ലൂർ ഏഴാംകല്ല് പനക്കപ്പറമ്പിൽ ശ്രീനിവാസൻ ഭാര്യ പുഷ്പാർജിനി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. റാണി സജീവൻ, ബിനോജ്, ബിജിത്ത് എന്നിവർ മക്കളാണ്. മരുമക്കൾ വിനീത, സുവിത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുറുകി. വിവിധയിടങ്ങളിൽ റാലികളും പൊതുസമ്മേളനങ്ങളും നടന്നു. വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിൽ വെച്ച് നവചണ്ഡിക ഹോമം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.